മിശിഹായുടെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ലൈഫ് കമ്മ്യൂണിറ്റി ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയാണ് ഇന്ന് നിങ്ങൾ വാച്ച് ചെയ്യുന്നത്. നമ്മൾ ഇനി മുതൽ പബ്ലിക്കായിട്ട് ചില കാര്യങ്ങൾ പഠന രീതിയിൽ തന്നെ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആഴ്ചയിൽ ഒന്നോ രണ്ടോ പബ്ലിക്കായിട്ടുള്ള പഠനങ്ങളുണ്ടാവും, പ്രൈവറ്റ് ആയിട്ടുള്ള പഠനങ്ങളും ഉണ്ടാവും. മാക്സിമം സോഷ്യൽ മീഡിയയിലൂടെ ലഭ്യമായ ദൈവിക സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചതയാ ആയ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ച തിരുവെഴുത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കൂട്ടായ്മയും സഹകരണവും ഒക്കെയും ഇതിലുണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിശ്ചയമായും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷയെ നിങ്ങൾക്ക് പല നിലയിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. കാരണം ഇത് വളരെ ഹമ്പിളായി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്. ലോകത്തിലെ ഒരു കൂട്ടം ആളുകൾ ഒരു സൈഡില് 99.9% ആളുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ 0.1% ഓഫ് ആളുകൾ മറു സൈഡിൽ നിന്നാണ് വേദപുസ്തകത്തിന്റെ ആധികാരികമായ സത്യങ്ങളെ ഭയം കൂടാതെ ധൈര്യമായിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനും ഉറപ്പിനും അടിസ്ഥാനത്തിനുമായി കൈമാറിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ കൂട്ടായ്മകൾ, സഹകരണങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ആരംഭത്തിലെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിലവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം യോനയുടെ പുസ്തകത്തെ സംബന്ധിച്ച ഒരു വിഷയമാണ്. യോന എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ തിമിംഗലത്തിന്റെ വയറ്റിൽ വിഴുങ്ങപ്പെടുകയും, അല്ലെങ്കിൽ തിമിംഗലം വിഴുങ്ങുകയും, മൂന്നാമത്തെ ദിവസം അയാളെ നിനവയിലേക്ക് ഛർദ്ദിക്കുകയും നിനവക്കാർ മാനസാന്തരപ്പെടുവാനായിട്ട് അയക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെയുള്ള വസ്തുതകൾ നമ്മൾ യോനയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ യോന എന്ന പ്രവാചകനെ സംബന്ധിച്ച് ബൈബിളിൽ ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യത്തിനും. അവിടെ നമ്മൾ യോനയുടെ ചരിത്രം, അമിത്യായുടെ മകനായ യോനയുടെ പ്രവചനത്തെ സംബന്ധിച്ചതായ ഒരു കാര്യം ഒറ്റ വാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരൊറ്റ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ യോനയുടെ പുസ്തകം യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ, ഇത് എന്താണ് എന്ന് നമ്മൾ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവത്തിന്റെ വചനം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവത്തിന്റെ വചനങ്ങൾ, തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്ന ധാരാളം ഭാഗങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ വലിയൊരു പങ്കും അലിഗോറിക്കലി അല്ലെ മെറ്റഫറിക്കലി ആലങ്കാരികമായി ആണ് ഉപമാലങ്കാരത്തിലൂടെയൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ എഴുത്തുകാർ ആ നിലയിലാണ് നമ്മൾ അതിനെ വീക്ഷിക്കുകയും, അല്ലെങ്കിൽ അതാണ് അവർ എഴുതിയത്, നാം അങ്ങനെയാണത് മനസ്സിലാക്കണം. പ്രധാനമായി ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ വലിയൊരു കമ്പാരിസൺ, ഒരു റിലേഷനാണ്. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കവനന്റ് ബേസ്ഡ് ക്രിയേഷൻ നറേഷൻ എന്നോട് പറഞ്ഞു. അതായത് ദൈവിക ഉടമ്പടിയെ സംബന്ധിച്ചുള്ള ഉടമ്പടിപരമായ സൃഷ്ടിയുടെ ആവിഷ്കാരമാണ് ഉൽപ്പത്തി പുസ്തകം, തുടക്കം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഉടമ്പടി സംബന്ധമായ അന്ത്യകാലത്തിന്റെ, അവരുടെ യുഗാന്ത്യത്തിന്റെ നറേഷനാണ് വെളിപ്പാട് പുസ്തകം. അപ്പം ഉൽപ്പത്തിയിൽ ആരംഭിച്ചത് എന്തോ ഒന്ന് വെളിപ്പാടിൽ അവസാനിപ്പിക്കുന്നതാണ് ഈ രണ്ട് പുസ്തകങ്ങളും തമ്മിലുള്ള യാഥാർത്ഥ്യം. ഇത് എഴുതിയിരിക്കുന്നത് പെർഫെക്റ്റ്ലി മെറ്റഫറിക്കൽ, അലിഗോറിക്കലിയാണ്. ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ സംസാരിക്കുന്ന പാമ്പുണ്ടെന്നും നടക്കുന്ന പാമ്പുണ്ടെന്നും പിന്നെ 2 മരം ഉണ്ടെന്നും പിന്നെ എന്താ പറയുക, നന്മതിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം, അത് സെക്ഷുവൽ റിലേഷൻ, എന്തോ പറയുന്ന ആ ഒരു ഇമോഷൻസിനെ വർദ്ധിപ്പിക്കുന്ന എന്തോ ഒരു ഫ്രൂട്ടാണെന്നും ഒക്കെ വിഡ്ഢിത്തരങ്ങൾ പ്രസംഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് മനസ്സിലായില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സ്വർണ്ണപ്പെട്ടി ഇറങ്ങി വരുമെന്നും അവിടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത് അക്ഷരം പ്രതി, ഞാൻ പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ ബ്രദറൻ കരിസ്മാറ്റിക് മൂവ്മെന്റ്സിന്റെ ഇടയിൽ ഞാൻ കണ്ടൊരു പ്രവണത, പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് തോന്നിപ്പം കാതലിക്കിന്റെ ഇടയിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ബൈബിളിലെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് എടുക്കുക, അക്ഷരം പ്രതി അങ്ങ് എടുക്കുക, അക്ഷരം പ്രതി വിശ്വസിക്കുക. പക്ഷെ അവർക്ക് വേണ്ടത് മാത്രമാണ് അവർ അക്ഷരം പ്രതി എടുക്കത്തുള്ളൂ. വേറെ കാര്യം വേണ്ടാത്തത് അല്ലാത്തൊന്നും തുടത്തുപോലും ഇല്ല, അക്ഷരം പ്രതി ആണെന്ന് പറയും.
പക്ഷെ നിങ്ങൾ ഒരിക്കലും വേദപുസ്തകത്തെ അക്ഷരം പ്രതി എടുത്താൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നും, അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പൊ യേശു ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് എഴുതിയിരിക്കും. അപ്പൊ റോഡിൽ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടിട്ടാണ് യേശു നിൽക്കും നമ്മൾ പറയത്തില്ലല്ലോ, അക്ഷരം പ്രതി എടുക്കുകയാണ്. അപ്പൊ മുന്തിരിവള്ളി, നിങ്ങൾ കമ്പം തേനിയിലൊക്കെ പോകുമ്പോൾ മുന്തിരിവള്ളി കാണാൻ പറ്റും, മുന്തിരി തോട്ടം കാണാൻ പറ്റും. അപ്പം അവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ ഉടനെ നിങ്ങളുടെ അക്ഷരം പ്രതി ബൈബിൾ എടുത്ത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആവുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ തോട്ടത്തിനടുത്തോട്ട് നിന്നിട്ട് ആ നിൽക്കുന്ന തമിഴ് സഹോദരൻ സ്വർഗീയ പിതാവാണെന്നും ആ നിൽക്കുന്ന മുന്തിരിവള്ളി യേശു ക്രിസ്തു എന്ന് പറയുന്നു. അക്ഷരം പ്രതി എടുക്കുകയാണെങ്കിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തതുല്യമാവുന്ന അക്ഷരം പ്രതി അങ്ങ് എടുത്തേക്ക്, അക്ഷരം പ്രതി എടുത്തേക്ക്. ഭൂമി എന്താ പറയുന്നത്, വെണ്ണീറായി പോകും എന്ന് അക്ഷരം പ്രതി എടുത്തിരിക്കുക. ഇതിന്റെ കാരണം മെറ്റഫറിക്കലി സംസാരിച്ചിരിക്കുന്ന, പ്രൊഫറ്റിക്കലി സംസാരിച്ചിരിക്കുന്ന വേദഭാഗത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് ബഹുഭൂരിപക്ഷം ഉപദേശിമാർക്കും പാസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും അറിയില്ല. ഇത് ഞാൻ ഉറപ്പോടെ പറഞ്ഞു, ദേ ഡു നോട്ട് നോ. അല്ല, ഇവർക്ക് അറിയാമെങ്കിൽ തന്നെ ഈ പൊതുലോകത്ത് ഇവർക്ക് അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടും വേദി നഷ്ടപ്പെടുന്നത് കൊണ്ടും സംഘടനകൾ പുറത്താക്കുന്നതുകൊണ്ടും ഇവര് മനുഷ്യരെ ഭയപ്പെട്ട് പറയാതിരിക്കും. ഈ രണ്ട് വിഭാഗമാണ് ഇന്ന് ഈ കേരളവും ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. സോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തെ മനസ്സിലാക്കുമ്പോൾ അതിന് എന്താണ് അതിന്റെ നറേഷൻ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, ഞാൻ ഒന്ന് രണ്ട് കാര്യം വസ്തുത ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇനി പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യോനയുടെ പുസ്തകത്തിലേക്ക് പോകാം. ഇപ്പൊ യോനയുടെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ലഭ്യമായ ഒരു ആർട്ടിക്കിൾ ഇസ് ഫ്രം Torah.com ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതിനൊരു പിൻബലമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകത്തിലേക്ക് വേഗം പോകും. ഒന്ന്, യോന ജീവിച്ചിരുന്നത്, അതായത് അക്ഷരാർത്ഥത്തിൽ അമത്യയുടെ മകനായ യോന ജീവിച്ചിരുന്നത് BC 785 കാലഘട്ടങ്ങളിലാണ്. BC 600 കാലഘട്ടങ്ങളിലാണ്, എനിക്കൊന്ന് 720 വരുന്ന കാലഘട്ടങ്ങളിലാണ് ഈ നോർത്തേൺ കിങ്ഡത്തെ അസീറിയ പിടിച്ചുകൊണ്ട് പോകും. ജൂഡയെ അവിടെ വരുത്തോട്ടില്ല, യഹൂദ ഗ്രഹത്തെ തൊടാതെ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ബാലിനെ ആരാധിച്ചതിനാൽ അസീറിയ അവരുടെ ലോകത്തേക്ക് ചിതറിപ്പിച്ചു കളഞ്ഞ് പലരെയും പിടിച്ചുകൊണ്ട് അസീറിയയിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം അതിനുശേഷം എനിക്ക് തോന്നുന്നു BC 582 ആ ടൈം ആകുമ്പോഴേക്കും എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ആണ് ബാബിലോൺ രാജാവ് വന്നിട്ട് ഇവരെ അതായത് യഹൂദ ഗ്രഹത്തെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുക. അപ്പം ഇസ്രായേല് നിർജ്ജനമായിട്ട് കിടക്കുന്നു, ശൂന്യമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. അപ്പം ബാബിലോണിലേക്ക് പോകുന്നതിന് മുമ്പും ബാബിലോണിൽ തിരികെ വന്ന ശേഷം, അതായത് പ്രീ എക്സലിക് കാലഘട്ടം, അത് പോസ്റ്റ് എക്സൈൽ പീരീഡ്, ഈ രണ്ട് പീരീഡില് ഇവിടുത്തെ ഈ വേദപണ്ഡിതന്മാർ ഈ പുസ്തകത്തെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ, ഇതിന്റെ കാലം ഇത് എപ്പോഴും എഴുതിയ എന്ന കാലം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, സ്റ്റാൻഡേർഡ് ബിബ്ലിക്കൽ ഹീബ്രു, അതായത് എക്സൈലിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന എബ്രായ ഭാഷ, അത് നമ്മൾ പഴയ കാലത്തുള്ള എല്ലാ പുസ്തകങ്ങളിലും കാണുന്നു. ആ ഉപയോഗിച്ചിരുന്ന വൊക്കാബുലറികൾ, അവിടെ ഉപയോഗിച്ചിരുന്നതായ പദപ്രയോഗങ്ങൾ ഈ യോനയുടെ പുസ്തകത്തിൽ ആ പദപ്രയോഗങ്ങൾ അല്ലാതെ ലേറ്റ് ബിബ്ലിക്കൽ ഹീബ്രു, അതായത് പ്രവാസത്തിന് ശേഷം തിരികെ വന്ന, അനേക വർഷങ്ങൾക്ക് ശേഷം തിരികെ എത്തിയ യഹൂദന്മാരെ ഉണ്ടായ ഭാഷാ വ്യത്യാസത്തിൽ അവരെഴുതിയതായ വാക്കുകൾ, വ്യത്യാസമായ വാക്കുകൾ, ലേറ്റ് ബിബ്ലിക്കൽ ഹീബ്രു വൊക്കാബുലറീസ് നമ്മുടെ ഈ യോനയുടെ പുസ്തകത്തിൽ ഈ വേദപണ്ഡിതന്മാർ, എബ്രായ വേദപണ്ഡിതന്മാർ കണ്ടു. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ കാലത്ത് ഈ ഭാഷകൾ ഒരു 50 വർഷത്തിനകത്തൊക്കെ തന്നെ നമ്മുടെ ഭാഷകൾ പലതും മാറി. ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ കഴിഞ്ഞൊരു 50 വർഷത്തിനിടയ്ക്ക് ഇംഗ്ലീഷിൽ മാറിയതായ വാക്കുകളെ ഞാനൊന്ന് പരിശോധിച്ചു. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാനത് നോക്കത്തൊന്ന് പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി പറയാം. അതായത് ചില കാലം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഭാഷകൾക്ക് എന്തുണ്ടാകും, മാറ്റം ഉണ്ടാവും. അപ്പം ഇവര് പ്രവാസത്തിന് മുമ്പ് പോകുമ്പോൾ ഉപയോഗിച്ച പദമല്ല തിരികെ വന്നപ്പോൾ ഉപയോഗിച്ചിരിക്കുക. അപ്പൊ തിരികെ വന്നപ്പോൾ ഉപയോഗിച്ച പദങ്ങളാണ് നമ്മൾ ഈ യോനയുടെ പുസ്തകത്തിൽ കാണുന്നത്. ഞാൻ അതിന്റെ 1-2 ഉദാഹരണം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. അതിനു മുമ്പ് ഭാഷയ്ക്ക് എങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി
നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പോയി നിങ്ങൾ ജസ്റ്റ് ഇംഗ്ലീഷ് വൊക്കാബുലറി മീനിങ് ചേഞ്ച് ഫ്രം ദ ലാസ്റ്റ് 50 years എന്നുള്ളത് ചുമ്മാ ഒന്ന് കൊടുക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കിയപ്പം ഒന്ന് ഓഫുൾ എന്നൊക്കെ പറഞ്ഞ എന്തുവാ, നമ്മൾ ഇന്ന് എന്ത് പറഞ്ഞ ഓഫുൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഓഫുൾ എന്ന് പറയാൻ സംതിങ് ബാഡ്, അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഓഫുൾ എന്ന് പറഞ്ഞത്. പക്ഷേ 50 വർഷത്തിന് മുമ്പ് അതിന് കൊടുത്തിരുന്ന പേര് വണ്ടർഫുൾ എന്നാണ്. ശ്രദ്ധിക്കണേ, 50 വർഷത്തിന് മുമ്പ് ഓഫുൾ എന്ന വാക്കിന് കൊടുത്തിരുന്നത് വണ്ടർഫുൾ എന്നാണ്. ഇപ്പോൾ അതിനെ അൺപ്ലസന്റ് എന്നായി. ഒരു 50 years മുമ്പ് GAY ഗേ എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നാണ്, സന്തോഷം എന്നാണ്, അല്ലെങ്കിൽ ചീർഫുൾ എന്നാണ്. പക്ഷെ ഇന്ന് ആ വാക്ക് ഹോമോസെക്ഷൽ ചെയ്യുന്ന ആളെന്ന് പറയുന്നത്, ഗേ എന്ന് പറഞ്ഞാൽ അവൻ ഹോമോസെക്ഷൽ ആണെന്ന് പറയുന്നത്. വ്യത്യാസം കണ്ടോ ഞാൻ പറഞ്ഞു. മൂന്നാമത് നൈസ് എന്ന വാക്ക്, നൈസ്, വെരി നൈസ് നമ്മൾ പറയും. നൈസ് എന്നത് 50 വർഷത്തിന് ഉപയോഗിച്ചിരുന്നത് ഫുളിഷ് ഓർ ഇഗ്നറന്റ് അതിനു വേണ്ടിയാണ്. പക്ഷെ ഇന്ന് അതിനുപയോഗിച്ചിരിക്കുന്നത് എഗ്രീബിൾ, കൈൻഡ്, പ്ലസന്റ്, അതിനാ നൈസ് എന്ന് പറയും. ഔസം, ഭയങ്കര എന്ന് പറയും. ഔസം എന്ന വാക്കിന് 50 വർഷത്തിൽ ഉപയോഗിച്ചത് ഇൻസ്പയറിങ്. ഇന്ന് അതിന് കൊടുത്തിരിക്കുന്നത് അമേസിങ്, ഇംപ്രസീവ് എന്നാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ചെക്ക് വിത്ത് ഗൂഗിൾ. അപ്പൊ ഇങ്ങനെ ഇത് തമ്മിൽ ഭാഷകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഒരു 20 വർഷത്തിന് മുമ്പ് പുഷ് എന്ന് തള്ളുക എന്ന് പറഞ്ഞാൽ പുഷ് എന്ന വാക്ക. പക്ഷെ ഇന്ന് തള്ളുക എന്ന് പറഞ്ഞാൽ എന്തോ, പിള്ളേർ കൂടുതൽ തള്ളണ്ടെന്ന് പറയും. എൻ്റെ അർത്ഥം എന്തുവാ, ഇങ്ങനെ പോപ്പപ്പ് ചെയ്യുക, എന്ത് പറയുന്നേ, തള്ളൽ എന്ന് പറയത്തില്ല. ഇപ്പൊ ഇന്ന് കൊടുത്തിരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ എന്തുവാ, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, കൂടുതൽ അങ്ങ് പൊങ്ങച്ചം കാണിക്കേണ്ട എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഭാഷകൾക്ക് എന്തുകൊണ്ട് കാലാന്തരങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ബൈബിൾ പഠിക്കുമ്പോൾ അതിന്റെ ഏൻഷ്യന്റ് ഭാഷയെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ ഈ ഏൻഷ്യന്റ് ഭാഷയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ സ്കോളർ അല്ല, എനിക്ക് എബ്രായ ഭാഷ അറിയത്തില്ല, എനിക്ക് ഗ്രീക്ക് ഭാഷ അറിയത്തില്ല. പക്ഷെ ഈ ഭാഷകളൊക്കെ, ഈ വാക്കുകളൊക്കെ പഠിക്കാനുള്ള റെഫറൻസ് നമുക്ക് ലഭ്യമായതുകൊണ്ട് നമ്മുടെ കിട്ടുന്ന പരിമിതിക്ക് അനുസരിച്ചും കഴിവിനനുസരിച്ചും ഇത് പഠിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത് ഞാൻ എബ്രായ സ്കോളർ അങ്ങനെ പറയുവരും ചെയ്ത് എബ്രായ സ്കോളറിന്റെ കാലിലെ പൊടി കഴുകാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഇത് ഞാൻ ആരംഭത്തിലെ പറയും. പിന്നെ ഞാൻ ഇവിടെ കിട്ടുന്ന റെഫറൻസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്കും എനിക്കൊക്കെ പ്രയോജനപ്പെടും, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടും. കാരണം നിരീശ്വരവാദികൾ യേശുവിന്റെ രാജ്യത്തെയും വിശുദ്ധ ബൈബിളിലേക്ക് എടുത്ത് കളിയാക്കുന്നത് ഈ യോനയുടെ ഒക്കെ പുസ്തകം വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ കൃത്യമായ ഒരു ആൻസർ കൊടുത്തിരുന്നെങ്കിൽ ഇവന്റെയൊക്കെ വായ അടഞ്ഞു പോയനായിരുന്നു. പക്ഷെ ഇതിന്റെ വായ അടയ്ക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. നമുക്ക് എങ്ങനെയും പ്രസംഗിക്കണം, ആളുകളെ പ്രസാദിപ്പിക്കണം, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. ഇതായിരിക്കണം ലക്ഷ്യം. സോ അതുകൊണ്ട് ഞാൻ വേഗത്തിൽ അതിലേക്ക് പോകും. വൊക്കാബുലറിയിൽ വന്ന ചില മാറ്റങ്ങളൊന്നും, ഒന്നാമത്തെ അധ്യായം, യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ യോന കപ്പൽ കയറി തർശീശിലേക്ക് പോയി എന്ന് കാണുന്നത്. കപ്പൽ എന്നതിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ വേർഡ് ഒനിയ എന്ന വേർഡ്. ഒനിയ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒനിയ. പക്ഷേ സ്റ്റാൻഡേർഡ് ബിബ്ലിക്കൽ ഹീബ്രുവില് ജെനസിസ് 49:3 ബാക്കി റെഫറൻസുകൾ നോക്കിയാൽ മതി. കപ്പൽ എന്നുള്ളതിന് അവിടെ കൊടുത്തിരിക്കുന്നത് അനിയ എന്നാണ്. അപ്പൊ ഒനിയ എന്ന് യോനായിൽ എഴുതിയിരിക്കുന്നു. സ്റ്റാൻഡേർഡ് ബിബ്ലിക്കൽ ഹീബ്രുവിൽ അനിയ എന്ന് എഴുതിയിരിക്കും. 1:15 കടൽ ഭയങ്കരമായിട്ട് കോപിച്ചു, റാഗിങ് ഓഫ് സീ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതിനും ജെനസിസ് 40:6 കൊടുത്തിരിക്കുന്ന പദവും തമ്മിൽ വ്യത്യാസമുണ്ട്. യോന 3:4 വാക്ക്, നടക്കുക എന്നതിനൊരു പദമുണ്ട്. അത് മുമ്പ് ഉപയോഗിച്ചിരുന്ന പദങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 3:18 ചേർത്ത് വായിക്കുമ്പോൾ നടക്കുക എന്നതിന് വ്യത്യസ്തമായ പദമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഹീബ്രു പദം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് വിത്ത് biblical Hebrew. I'm just giving you the references. Just check, not this references. If you want to study more, and check with biblical hub and ancient Hebrew dictionaries. അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് 1:9 യോന പറയുന്നൊരു പദമുണ്ട്. ഐ എം സെർവിങ് ദ ഗോഡ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ ദൈവം. ഈ ഗോഡ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന പദം ഒരിക്കലും സ്റ്റാൻഡേർഡ് ബിബ്ലിക്കൽ ഹീബ്രുവിൽ ഒരിടത്ത് ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചത് ലേറ്റ് ബിബ്ലിക്കൽ ഹീബ്രുവിൽ എഴുതിയ, അതായത് എക്സൈലിന് ശേഷം എഴുതിയ എസ്ര, നെഹമ്യാവ്, എസ്തർ, പിന്നെ എസ്തറിൽ അതില്ല, ക്രോണിക്കിൾസ്,
ഈ പുസ്തകങ്ങളിൽ ആണ് ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഗോഡ് ഓഫ് ഹെവൻ എന്ന പദം അതിനു മുമ്പ് എബ്രായരുടെ പൂർവ്വഭാഷകളിൽ എഴുതിയിരുന്നില്ല. അങ്ങനെ ഒരു എക്സ്പ്രഷൻസ് ഒരിടത്തും ഒരു എഴുത്തുകാരും കൊടുത്തിട്ടില്ല. ഇത് ഇവിടെയാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് എസ്ര 1:2, നെഹമ്യ 1:4, 5, നെഹമ്യ 2:4, നെഹമ്യ 2:20, 2 ക്രോണോക്കിൽ 2 ദിനവൃത്താന്തം അതിന്റെ 36:23 ഈ ഭാഗങ്ങളിലാണ് ഈ എക്സ്പ്രഷൻസ് കാണുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ചെക്ക് വിത്ത്, ഐ വിൽ ഗിവ് യു ദ ലിങ്ക്. ഞാൻ ബോത്ത് ഇൻ ദ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്കിൽ അതിന്റെ കമന്റിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. ഇനി ഈ യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് നറേഷൻസ് ഉണ്ട്. ആ നറേഷൻസ് ഒരിക്കലും വിശ്വസനീയമായത് അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം, ഇതിന്റെ ലാംഗ്വേജ് ഇതൊരിക്കലും പ്രീ എക്സൈൽ പീരീഡിൽ എഴുതിയതല്ല, ഇത് പോസ്റ്റ് എക്സൈൽ പീരീഡിൽ എഴുതിയതാണ് എന്ന് കാണിക്കുന്നു. 2, ഈ അസീറിയ മുഴുവൻ മാനസാന്തരപ്പെട്ട് യഹോവയെ ആരാധിച്ചു എന്നും നമ്മൾ ആ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അസീറിയ ഒരിക്കലെങ്കിലും യഹോവയായ ദൈവത്തെ ആരാധിച്ചതായിട്ടോ ദൈവത്തെ ദൈവമായി സ്വീകരിച്ചതായിട്ടോ ഹിസ്റ്റോറിക്കലിയോ ആർക്കിയോളജിക്കലോ യാതൊരു വിധമായ പോസിബിൾ എവിഡൻസും ഇല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സംഭവം അസീറിയയിൽ സംഭവിച്ചിട്ടില്ല. അസീറിയ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞതായ ചരിത്രം ഒരിടത്തും ഇല്ല എന്നത് വസ്തുതയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണുന്നത്, യോനയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. അപ്പം യഹോവയോട് നിലവിളിക്കുകയാണ്. ഈ മത്സ്യം ഫിഷർമാൻസ് ഞങ്ങളോട് നശിച്ചു പോകരുതേ, നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, യഹോവേ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ യോന എടുത്ത് എന്തിരുന്നുണ്ട്? വെള്ളത്തിൽ കളയുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവയോട്. പ്രേയിങ് ടു ഗോഡ്. അവർ യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. അതിന് നമ്മളവിടെ എഴുതിയിരിക്കുന്നുണ്ട്, രക്തമെടുത്ത് രക്തം ഞങ്ങളോട് ചോദിക്കരുതെന്ന് പറയാം. അടുത്ത 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയായിരുന്നു: സോ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയും, സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അടുത്ത വാക്യം: അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടു, യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു ചുമ്മാ ഒരാളെ ഇങ്ങോട്ട് വരുന്നു, കടൽ വരുന്നു. നിങ്ങൾക്ക് ഞാൻ കഥകൾ പറയുന്നില്ല. കടൽ കോപിക്കുന്നു. അപ്പം ഒരാൾ കിടന്ന് അടിത്തട്ടിൽ ഉറങ്ങുന്നു. അയാളെ വിളിച്ചുണർത്തുന്നു. നീ ആരാന്ന് ചോദിക്കുന്നു. ഞാൻ എബ്രായനാണ് എന്ന് പറയുന്നു. ഞാൻ ആകാശത്തിന്റെ ദൈവമായ, ഭൂമിയുടെ ദൈവമായ യഹോവയെ സേവിച്ച് വരുന്ന ആളാണ്. അപ്പൊ അവനെ പിടിച്ച് കടലിലിടുന്നു. അപ്പൊ കടലിൽ വരുമ്പോൾ യഹോവ കോപിച്ചെന്ന് പറയാം. അവർ യഹോവയ്ക്ക് എന്ത് ചെയ്യുന്നു? നേർച്ച നേരുകയും യാഗം അർപ്പിക്കുകയും ചെയ്യുന്നു. എവിടെ യാഗം? കപ്പലിനകത്ത്. ആലോചിച്ച് നോക്കണം. കപ്പലിനകത്ത് യാഗപീഠം പണിത് തീയിട്ട് കത്തിക്കുന്നു, അതോ ആ കപ്പലിന്റെ തട്ടിനകത്ത് യാഗം അർപ്പിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഇപ്പം ഇവിടെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം, ഫിഷർമാൻ ഒരു സുപ്രഭാതം പെട്ടെന്ന് അങ്ങോട്ട് അവർ യഹോവയെ ആരാധിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇത് വേറെ ഏതോ ഒരു കാര്യത്തിന്റെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ഒരു നറേഷനാണ്. ഇതാദ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. 2, 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് എന്തോ പറയുന്നേ? മനുഷ്യരും മൃഗങ്ങളും രട്ടുടുത്ത് ഉച്ചത്തിൽ യഹോവയോട് നിലവിളിച്ചു. നിലവിലെ ജനം ആടോ, അവിടെ പറയുന്നു, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും ചെയ്ത്. ശ്രദ്ധിക്കണേ, ഒത്തിരി എക്സ്ട്രീമായത്. ഇത് ഇസ്രായേലിൽ പോലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന ജനം പോലും മൃഗത്തെയും എല്ലാത്തിനെയും, ആടിനെയും മാടിനെയും എല്ലാം കൂടെ പട്ടിണി കിട്ട ഒരു കാലമില്ല. മനുഷ്യനും മൃഗവും രട്ടുടുത്ത് ഉച്ചത്തിൽ യഹോവയോട് നിലവിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തരും താന്റെ ദുർമാർഗവും താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രഹവും മാറുമായിരിക്കും ആർക്കറിയാം. ഈ ലാംഗ്വേജ് ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഇവര് രട്ടെടുത്ത് ഉപവാസം ഇരിക്കുന്നു. ഭയങ്കര എക്സ്ട്രീമലി ആയി സംസാരിച്ചിരിക്കുന്നു. നോക്കിയേ, മെറ്റഫറിക്കലി. അവിടെ അവർ പറയുന്നത്, രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറുന്നുണ്ട്. പിന്നെ മോളി എഴുതിയിരിക്കുന്നത്, നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. ചെറിയവരും വലിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയേറെ അവൻ സിംഹാസനം എഴുന്നേറ്റു, രാജവസ്ത്രം നീക്കി വെച്ചിട്ട് രട്ടെടുത്ത് വെണ്ണീറിലിരുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു നിമിഷം കൊണ്ട്, ഒരൊറ്റ മെസ്സേജ് കൊണ്ട് ആളുകൾ പെട്ടെന്ന് അങ്ങ് മാനസാന്തരപ്പെടും. ഈ ഭൂലോകത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഒരാൾ അങ്ങോട്ട് വന്ന് പറയുമ്പോൾ ഉടനെ
പ്രത്യേകിച്ച് ഈ ആളുകൾക്ക് യഹോവ വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തതിന്റെ തെളിവ് അസീറിയയുടെ കയ്യിലാണ് യഹോവയുടെ ആളുകളെല്ലാം. പിടി കിട്ടുന്നോ? അപ്പൊ ഇവിടെ മെറ്റഫറിക്കലി സംസാരിക്കുക, അല്ലെങ്കിൽ വേറൊരിടത്ത് പറഞ്ഞ ഇച്ചിരി എന്താ പറയുന്നത്, ഹൈപ്പർബോള, ഭയങ്കര ഒരു അതിശയോക്തിയോടുകൂടെ ഈ സംഭവങ്ങൾ ഇവിടെ സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ മാത്രമല്ല, ഇത് ഈ രട്ടെടുത്ത് ഉപസിക്കുന്ന ഇവർ പറയുന്ന മറ്റൊരു വാക്കുകൾ, ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും, ആർക്കറിയാം. നിങ്ങൾക്കറിയാം, ഈ വേർഡ് ഓഫ് ഗോഡ് ഇതൊരു സ്ക്രിപ്ചറാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ഇസ്രായേലിന് നേരെ വരാൻ പോകുന്ന വിനാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവിടെയും പ്രവാചകൻ ഉപയോഗിക്കുന്ന പദം ഇതാണ്, ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അനുദപിക്കുമായിരിക്കാം, ആർക്കറിയാം. അപ്പൊ യോനയുടെ പറഞ്ഞ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നവനാണെങ്കിൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്ന ആളുകൾ ഈ വചനം അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശരി, അതുപോലെ തന്നെ 3 ദിവസത്തെ വഴിദൂരം നടക്കുക. ഈ 3 ദിവസത്തെ വഴിദൂരം നടക്കുക എന്ന് പറയുമ്പം, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു ആർക്കിയോളജി പരിശോധിച്ചപ്പോൾ 3 ദിവസത്തെ വഴിദൂരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൂരം വരുന്ന, ഒരു 120 കിലോമീറ്റർ ഒക്കെ, ഒരു ദിവസം 40 കിലോമീറ്റർ ഒക്കെ നടക്കാൻ പറ്റും. അപ്പൊ 120 കിലോമീറ്റർ നീളമുള്ള ഒരു പട്ടണം, അങ്ങനെ ഒരു പട്ടണത്തിന്റെ ഒരു തെളിവും, അങ്ങനെ ഒരു നിനവേ പട്ടണം, അസീറിയുടെ തലസ്ഥാനത്ത് അങ്ങനെ ഒരു പട്ടണം ഉണ്ടായതായി പൂർവ്വകാലത്ത് യാതൊരു തെളിവും. അപ്പൊ 3 ദിവസത്തെ ആ പട്ടണത്തിലേക്ക് കടക്കാൻ അത്രയും ദൂരം, അങ്ങനെ ഒരു പട്ടണത്തെക്കുറിച്ചുള്ള സവിശേഷമായ വിശേഷങ്ങളിൽ ഇത് അലിഗോറിക്കലിയാണിത് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വരിക. അടുത്തത് ഇവിടെ 1,20,000 ആളുകൾ എന്നൊരു ഉണ്ട്. 1,20,000 ആളുകൾ ഒരുമിക്കുന്ന ഒരു പട്ടണം. ഇതും ഒരു ഞാൻ വെളിപാട് പുസ്തകമായിട്ട് ഇത് ചേർത്ത് പഠിച്ചപ്പോൾ 10 ഗോത്രങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. 10 ഗോത്രങ്ങൾ. 2 ഗോത്രങ്ങൾ മാത്രമേ നമുക്ക് യഹൂദ ഗ്രഹത്തിൽ കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 ആളുകളെ വീതമാണ് ദൈവം രക്ഷിച്ചു കൊണ്ടുവരുന്നത്. 12,000 പേരെ കൊണ്ടുവരുന്നുണ്ട്. അതും ഒരു കൃത്യമായ സംഖ്യയല്ല, മറിച്ച് എന്താണ്, അത് എല്ലാം ഒരു ഭാഷയാണ്, ഒരു മെറ്റഫറിക്കലിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ദൈവം കൃത്യമായിട്ട് യഹൂദ ഗോത്രത്തിൽ നിന്ന് 12,000, രൂബേൻ ഗോത്രത്തിൽ നിന്ന് 12, അങ്ങനെയല്ല. ദൈവം എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആളുകളെ തിരഞ്ഞു. അപ്പം 12,000 ഗുണം 10 ആവുമ്പോൾ 1,20,000 പേർ. അപ്പൊ അസീറിയമായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്, ഇതിനകത്തൊരു പ്രൊഫറ്റിക്കലി മനസ്സിലാകേണ്ടതായ ഒരു പാഠം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ കാണാൻ പറ്റുന്നത്, പെട്ടെന്ന് അയാളുടെ ഒരു ആവണക്ക് മുളച്ചു വരുന്നു, അതിന്റെ തണലിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, പെട്ടെന്നൊരു പുഴു വരുന്നു, അതിന് എന്തു പറയുന്നു, അതിന്റെ വേരിൽ കയറി കാണിക്കുന്നു, ആ പുഴു അതിനെ ഉണക്കിക്കളയും. ഇതെല്ലാം പെട്ടെന്ന് പക്ഷെ ഇത് നിങ്ങൾ പറയും ദൈവത്തിന് അസാധ്യം, ദൈവത്തെ ഒരു കാര്യവും അസാധ്യം. പക്ഷെ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. ആദ്യം മനസ്സിലാക്കുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, പക്ഷെ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ ദൈവത്തിന് മുളപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ദൈവം അങ്ങനെ ഒരു വൈൻ ട്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഒരു വലിയ മുന്തിരി, മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആവണക്കം തണൽ കൊണ്ടുപോകും. എനിക്ക് അറിയത്തില്ല ഈ ആവണക്കിന് ഇത്രയും തണലുണ്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആവണക്കുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു ലാംഗ്വേജിൽ, ഒരു പാരബോളിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, എല്ലാവരും റിപ്പൻഡ് ചെയ്തു, 1,20,000 പേര് ഉപവാസം ഇരുന്നു, ആടും മാടും കുഞ്ഞുങ്ങളും കുട്ടികളും ഗർഭിണികളും എല്ലാവരും ഉപവാസം ഇരുന്നു എന്ന് പറയുമ്പോൾ അതില് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഇത് അക്ഷരാർത്ഥത്തിലുള്ള സംഭവമല്ലെന്നും എന്തോ ഒരു കാര്യം പറയാനുള്ള ദൈവത്തിന്റെ ഇടപാടാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഹു ഇസ് ദിസ് പ്രോഫറ്റ്? ആരാണ് ഈ പ്രോഫറ്റ്? യോന സദേൺ നേഷന്റെ, സദേൺ കിങ്ഡത്തിന്റെ പ്രോഫറ്റാണ്. അപ്പം നോർത്തേൺ കിങ്ഡത്തിലെ പ്രോഫറ്റുകൾ ആരെന്ന് പറയാം? 1 യേഹു, 1 ആസ, 2 മിഖയ, 4 എലൈജ, 5 എലീഷ. അങ്ങനെ 5 പ്രവാചകന്മാരെയാണ് ദൈവം നോർത്തേൺ കിങ്ഡത്തിൽ അയച്ചത്. യോന എന്ന് പറയുന്ന ആള് സദേൺ കിങ്ഡത്തിലെ ആളാണ്. അപ്പൊ സദേൺ കിങ്ഡത്തിലെ ആളാണ് യോനായോട് ദൈവം നോർത്തേൺ കിങ്ഡമായ ഇസ്രായേലിനെ അടിമകളായി കൊണ്ടുപോയിട്ടിരിക്കുന്ന അസീറിയുടെ തലസ്ഥാനമായ നിനവയിൽ ചെന്ന്, അപ്പൊ നിനവയിൽ പാർക്കുന്നതിൽ കൂടുതൽ ഇപ്പൊ ആരുണ്ട്?
ഇസ്രായേലുണ്ട്. അപ്പം ഇസ്രായേൽ ഗ്രഹത്തെ അവിടെ പോയി വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുക എന്ന ഒരു യാഥാർത്ഥ്യ സത്യം ഈ യോനയുടെ വാക്കിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ യോനയുടെ പുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ പ്രമേയമാണിത്. യോന എന്ന് പറയുന്ന സദേൺ കിങ്ഡത്തിലെ പ്രവാചകനോട് തമ്പുരാൻ പറയുന്നു, നീ പോയി നിനവയോട് സംസാരിക്ക്, മാനസാന്തരപ്പെടാൻ. അപ്പം ഇവിടെ ഈ യഹൂദ ഗ്രഹത്തിന്റെ യഹൂദ ഗ്രഹത്തിന്റെ മനോഭാവം, യഹൂദ ഗ്രഹത്തിന് ഇസ്രായേൽ ഗ്രഹത്തോടുള്ള മനോഭാവത്തെ വർണ്ണിക്കുന്ന പുസ്തകമായി നമുക്ക് യോനയുടെ പുസ്തകത്തെ കാണാൻ പറ്റും. യോനയ്ക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ യഹൂദ ഗ്രഹത്തെ തങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾ മടക്കി വരുത്താൻ, മാനസാന്തരത്തിലേക്ക് നടത്താൻ, യഹോവയിലേക്ക് നടത്താൻ പ്രവാചകനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ യഹൂദ ഗ്രഹത്തോട് പറയുമ്പോൾ മനസ്സില്ല എന്ന ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിത് ജെരമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം. 1 മുതൽ നിങ്ങൾ വായിക്കണം, ഞാൻ എല്ലാ റെഫറൻസും വായിക്കുന്നില്ല. അവിടെ ഇസ്രായേൽ ഗ്രഹത്തെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം അവരെ എന്തു പറയുന്നേ, മടക്കി അവർ ദൈവത്തെ കളഞ്ഞിട്ട് അവർ പോകുന്നതായിട്ട് ചരിത്രം കാണാൻ പറ്റും. എന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരുന്നു ഞാൻ വിചാരിച്ചു, എങ്കിലും അതായത് ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ച് പറയട്ടെ. 6-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്, മടങ്ങി വന്നില്ല, രക്തപാകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി ഇത് കൊണ്ട്. അതായത് ഈ ഇസ്രായേൽ ഗ്രഹത്തെ മടക്കി വിളിച്ചിട്ട് അവർ വരുന്നില്ല, യഹൂദ ഗ്രഹത്തെ വിളിക്കുന്നത് വിശ്വാസ പാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു. ഇത് ഭയങ്കരമായിട്ട് പ്രവാചക പുസ്തകങ്ങളിൽ ശ്രദ്ധിച്ച് വായിക്കണം. ഈ 10 ഗോത്രങ്ങൾ യഹോവയുടെ കയ്യിൽ നിന്ന് ഉപേക്ഷണപത്രം വാങ്ങിച്ചാ പോയത്. അവർ അത് സ്വീകരിച്ച് നമുക്ക് ജെരമ്യാവിന്റെ പുസ്തകത്തിൽ തന്നെ വായിക്കാൻ പറ്റും. പക്ഷെ യഹൂദ ഗ്രഹം ഇത് കണ്ടിട്ടും അത് വിശ്വാസം മാനസാന്തരപ്പെടാതെ അവളും പോയി എന്ത് ചെയ്തു? പരസംഗം ചെയ്തു. എപ്പോഴും പരസംഗം ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് ഐഡലട്രി. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തിൽ ഈ ലോത്തിന്റെ ഭാര്യയെ എങ്ങനെ ഉപ്പുതൂണായി, ഇതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മൾ ഓരോ വേദഭാഗത്തെ എടുത്ത് ക്രൈസ്തവന്റെ ക്രിസ്തീയ വിശ്വാസികൾക്ക് തരാൻ പോകും. അത് സ്വീകരിക്കാനായിട്ട് ഒരു സമൂഹത്തെ ദൈവം തരട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നോക്കും, പരസംഗം എന്നത് അഡൾട്ടറി ഈസ് ഓൾവേസ് ഐഡലട്രി. ഇതാണ് നമ്മൾ എപ്പോഴും ബൈബിളിന് മനസ്സിലാക്കേണ്ടത്. പരസംഗം ചെയ്യുന്ന പറഞ്ഞ ഉടനെ പോയി ആരുടെയോ കൂടെ വ്യഭിചാരം ചെയ്യുന്നതല്ല. ഭർത്താവായ യഹോവയെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ദേവനെ സേവിക്കുന്നതിന് പഴയ നിയമത്തിൽ വിളിക്കുന്ന പേരാണ് പരസംഗം. ഇറ്റ്സ് നോട്ട് അഡൾട്ടറി, ഈസ് അഡൾട്ടറി ഇൻ ഐഡലട്രി. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്തു? ഇവര് മാനസാന്തരപ്പെട്ട് താഴോട്ട് നിങ്ങൾ വായിക്കുക. 11-ാമത്തെ വാക്യം, വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ രക്തപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരുളിച്ചെയ്തു. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പം ദൈവത്തെ കളഞ്ഞിട്ട് ഉപേക്ഷണപത്രം വാങ്ങിച്ചിട്ട് പോയ വിശ്വാസത്യാഗിനിയായ 2 പേരാ. വിശ്വാസത്യാഗിനിയായ ഇസ്രായേൽ, വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ. യഹൂദ ബാക്ക് സ്ലൈഡ് ആയെന്ന് പറഞ്ഞേക്കും. പക്ഷെ ഇവരങ്ങനല്ല. ഇവരെന്ത് ചെയ്തു? വിശ്വാസത്തിന്റെ പാതകിയായി മാറി, വിശ്വാസത്തെ കൊന്നവളായി മാറി. 2 ഗ്രൂപ്പാണ്. ദൈവം പറയാണ് ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുന്നത് ഈ യഹൂദയെക്കാളും നല്ലവളാണ്. ശരി, ഇനി ഞാൻ എന്റെ മാറ്ററിലേക്ക് വരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ യോന എന്ന് പറയുന്ന കഥാപാത്രം യഹൂദ ഗ്രഹത്തിന്റെ ചിത്രമാണ്. യഹൂദ ഗ്രഹത്തിന്റെ ചിത്രം. വിശ്വാസ ത്യാഗിയായ ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറഞ്ഞത് യഹൂദയേക്കാൾ നല്ലവളെന്ന് പറഞ്ഞ് ദൈവം തമ്പുരാൻ സംസാരിക്കുമ്പോൾ അവളെ എങ്ങനെയും മാനസാന്തരപ്പെടുത്തണം എന്നാഗ്രഹിച്ച് യഹൂദയെ ദൈവം നിയോഗിക്കുമ്പോൾ അതിൽ മനസ്സ് കാണിക്കാതെ അവർ മാനസാന്തരപ്പെടേണ്ട, അവർക്ക് ന്യായവിധി വന്ന് അവർ നശിച്ചു പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന യഹൂദാഗ്രഹത്തിന്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ യോന എന്ന കഥാപാത്രത്തിൽ കാണുന്നത്. That means the kingdom of Judah is hating the northern kingdom. നമുക്കിത് യേശു ക്രിസ്തുവിന്റെ കാലത്ത് കാണാൻ പറ്റും, അപ്പോസ്തലന്മാരുടെ കാലത്ത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ തന്നെ പറഞ്ഞത്, കർത്താവേ, എലീശ തീ ഇറക്കിയതുപോലെ നമുക്ക് ശമര്യരുടെ തലയിൽ തീ ഇറക്കാം.
എന്ന് പറയുന്ന ആളുകളെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം യഹൂദ ഗ്രഹത്തിന് ഇസ്രായേൽ ഗ്രഹത്തോടുള്ള വെറുപ്പ് യേശുവിന്റെ കാലത്തും നിലനിന്നിരുന്നു. ഞാൻ പറഞ്ഞ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആ യോനയുടെ കഥ വായിച്ച് അത് മൊത്തം നട തലയിൽ കിടക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശാന്തമായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക, ഇതെന്താണെന്ന് ബൈബിൾ മനസ്സിലാക്കുക. അപ്പം യഹൂദ ഗ്രഹമാണ് ഇവിടുത്തെ യോന എന്ന കഥാപാത്രം. അപ്പൊ ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം യോനെ എന്തായാലും യഹൂദ ഗ്രഹമാണ്, ഇവരോട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. നീ അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്, എന്തായാലും നീ പോകുന്നുമില്ല. അപ്പം സർവശക്തനാം തമ്പുരാൻ ഒരു കാര്യം ചെയ്തു. ഇവനെ എടുത്ത് എവിടെ കളയുക? സമുദ്രത്തിൽ ഇട്ട് കളയും. സമുദ്രം എപ്പോഴും നിങ്ങൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ സമുദ്രം, വാട്ടേഴ്സ് റെപ്രസെന്റ്സ് ജെന്റൈൽസ്. വാട്ടേഴ്സ് റെപ്രസെന്റ്സ് ജെന്റൈൽസ്. ഓഷൻസ് റെപ്രസെന്റ്സ് ജെന്റൈൽസ്. ഇപ്പൊ എങ്ങോട്ട് കളയാൻ പോകും? ദൈവം തീരുമാനിച്ചടാ, നിന്നെ ഞാൻ ലാൻഡിൽ നിന്ന് കടലിലോട്ട് കളയാൻ പോകും. എന്നിട്ട് ആ കടലിലെ ഒരു ഫിഷ് നിന്നെ വിഴുങ്ങാൻ പോവാ. 17-ാം വാക്യം, യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. ദൈവം ആരെ കൽപ്പിച്ച്? ദൈവം കൽപ്പിച്ചാക്കി. ദൈവം കൽപ്പിച്ചു. എന്തോ കൽപ്പിച്ചു? യോനയെ വിഴുങ്ങേണ്ടതിന് ഒരു മത്സ്യത്തെ. ഇനി നിങ്ങൾ പറയണം, എന്താണ് മത്സ്യം? നമുക്ക് നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ആൾക്ക് മത്സ്യം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. പക്ഷെ ജൂനെ സംബന്ധിച്ചിടത്തോളം കാറ്റിൽസ്, ക്രീപ്പിംഗ് ക്രീച്ചേഴ്സ്, ഫിഷസ്, ബേർഡ്സ് ഇൻ ദ എയർ, ദീസ് ഓൾ ഓർ അതർ ജെന്റൈൽ നേഷൻസ് ഹ്യൂമൻ ബീങ്സ്. ഫിഷ് നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഇത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ ഫിഷ് ഓഫ് ദ സീ എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഈ 5000 പേരെ പോഷിപ്പിച്ച ശേഷം അപ്പോസ്തലന്മാർ 5 അപ്പം 2 മീനുമാകട്ടെ 5000 പേരെ പോഷിപ്പിച്ച് ദൈവം അപ്പോസ്തലന്മാർ 12 പേരോടും പറയുന്നുണ്ട്, നിങ്ങൾ ശേഷിക്കുന്ന എന്തോ പറയുന്ന ആ അപ്പം നുറുക്കുകളെ പുൽപ്പുറങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ പറഞ്ഞു. അപ്പം പുൽപ്പുറങ്ങളിൽ നിന്ന് അപ്പം നുറുക്കുകൾ ഇവർ ശേഖരിച്ച് 12 കുട്ട നിറച്ചെടുത്തതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ 12 കുട്ട ശേഷിച്ചെന്ന് പറഞ്ഞ വാക്കിന് നിശ്ചയമായിട്ടും തിന്നിട്ട് ബാക്കി വെച്ചത് അവിടെ ഇവിടെയല്ല, മുറിച്ചു കടന്നാണ്. മൊത്തത്തിനെ ശേഖരിച്ചു 12 കൊട്ട നിറച്ചു. യോഹന്നാനോട് ചോദിച്ചാൽ പറയും, ഇത് അടയാളങ്ങളുടെ ആരംഭമാണ്. അപ്പൊ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുക എന്നത് അടയാളമാണ്. എന്തിന്റെ അടയാളം? തമ്പുരാൻ ജെരമ്യാവിന്റെ പുസ്തകത്തിൽ ജെരമ്യാവിലൂടെ ഇസ്രായേൽ ഗ്രഹത്തിന്, യഹൂദ ഗ്രഹത്തിനും ഒക്കെ ഒരു സന്ദേശം കൊടുത്ത്, ഞാൻ എൻ്റെ മീൻപിടുത്തക്കാരെ നിങ്ങൾക്ക് അടുക്കലയക്കും, അവർ നിങ്ങളെ വല വീശി പിടിക്കും. ശേഷം ഞാൻ നായാട്ടുകാരെ നിങ്ങൾക്ക് നേരെ അയക്കും. മീൻപിടുത്തക്കാർ വന്ന് മീൻ ജീവനോടെ പിടിക്കും, നായാട്ടുകാർ കൊന്നു പിടിക്കും. ഇത് ഇസ്രായേലിൽ വരുവാൻ പോകുന്ന ന്യായവിധിയുടെ സന്ദേശം. അതായത് ഒരു മീൻ പിടിക്കാനായിട്ട് ഞാൻ എൻ്റെ അപ്പോസ്തലന്മാരെ അയക്കും, അവർ നിങ്ങളെ വല വീശി പിടിക്കും. ശേഷം റോമൻ സാമ്രാജ്യത്തെ അയച്ച് ഞാൻ നിങ്ങളെ നായാടി പിടിക്കും. അപ്പം നായാടി പിടിക്കുന്നത് റോമക്കാരും വലവീശി പിടിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവായ യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞുകൊണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ക്യാൻ യു ഫോളോ മീ? അപ്പൊ ഫിഷ് എന്ന് പറയുന്നത്, അപ്പം നുറുക്കുകൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാരെ തമ്പുരാൻ എല്ലായിടങ്ങളിലേക്കും, പുൽപ്പുറത്ത് താമസിക്കുന്ന ആടുകളാണ് എപ്പോഴും ശ്രദ്ധിക്കണം, ആടുകളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ഒരു ശേഷിപ്പിനെ, റോമാലേഖനം 9 പൗലോസ് പറഞ്ഞ പോലെ ഒരു ശേഷിപ്പിനെ പെറുക്കിയെടുക്കാൻ, കളക്ട് ചെയ്യാൻ 12 അപ്പോസ്തലന്മാരെ ദൈവം അയക്കുന്നതിന്റെ ഒരു പാരബിളാണ് ആ ഹിസ്റ്റോറിക്കൽ ഇവന്റ്, അവിടെ നടന്ന ആ സംഭവത്തിലൂടെ ദൈവം അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, മീനിനെ ശേഖരിക്കാൻ പറഞ്ഞില്ല. എന്താ പറയാത്തത്?
12 അപ്പോസ്തലന്മാരെ അയച്ചത് കാണാതെ പോയ ഇസ്രായേലിന്റെ ഗ്രഹത്തിന്റെ നടുവിലേക്കാണ്, ബിഫോർ ദ എൻഡ് ഓഫ് ദ ഏജ്. ആ കാലത്ത് മീൻ വരുന്നേ വന്നോട്ടെ, പക്ഷെ മീനെ ശേഖരിക്കുന്നതല്ല, മീനിന്റെ ശേഷിപ്പില്ല. കാരണം മീനിനകത്ത് ശേഷിപ്പല്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. 12 ഗോത്രങ്ങളിൽ അവരാണ് ശേഷിപ്പ്. ഇസ്രായേൽ ഗ്രഹത്തിൽ ആ ശേഷിപ്പ് രക്ഷിക്കും. ജാതികൾക്ക് ശേഷിപ്പിനെ അല്ല, ജാതികളിൽ അങ്ങനെ ശേഷിപ്പിനെ ശേഖരിക്കേണ്ട. കാരണം ജാതികളിൽ നിന്ന് വരുന്നത് ശേഷിപ്പല്ല. സോ ഇങ്ങനൊരു ഡൈനാമിക് ആയിട്ടുള്ള റെവലേഷൻ അത്ഭുതത്തിലുണ്ട് എന്ന കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മിപ്പിച്ചു. അപ്പം ദൈവം പറയും, ഞാൻ എന്ത് ചെയ്യാൻ പോകും, നിങ്ങളുടെ നടുവിൽ അവനെ ഞാനൊരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി. ആരാണ് ഈ മത്സ്യം? എനിക്ക് തോന്നുന്നു എസെക്കിയേലിന്റെ പ്രവചനത്തില് പല സ്ഥലങ്ങളില് നമ്മള് എസെക്കിയേൽ 29 നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ നീ മിസ്രയീം രാജാവ് ഫറവോന്റെ നേരെ മുഖം തിരിച്ച് അവനെ കുറിച്ച് എല്ലാം മിസ്രയീം വിളിച്ച് പ്രവചിച്ച് പറയേണ്ടത് എന്നാൽ യഹോവയെ പ്രവചിച്ചിരുന്നു, മിസ്രയീം രാജാവ് ഫറവോനെ നീ നദികളുടെ നടുവിൽ കിടക്കും. ഈ നൈൽ നദി, ഈ നദി എന്റേതാകുന്നു, ഈ നദി എന്റേതാകുന്നുള്ളത് നമ്മൾ ബൈബിൾ കൊടുത്താൽ നൈൽ ഈസ് മൈ റിവർ എന്ന് എഴുതിയിട്ടുണ്ട് ചില വേർഷൻസിൽ. അപ്പൊ ഈ നൈൽ നദിക്കകത്ത് കിടക്കുന്ന മത്സ്യമായിട്ടാണ് മിസ്രയീമിലെ രാജാവിനെ കാണുന്നത്. മഹാനക്രമേ ഞാൻ നിനക്ക് വിരോധം. മഹാനക്രം എന്ന് വാക്കിനർത്ഥം മോൺസ്റ്റർ. നമ്മള് യോനയുടെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 17 ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി എന്ന് പറയും, ഗ്രേറ്റ് ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ മറ്റ് ഭാഷാന്തരങ്ങളിൽ നോക്കുമ്പോൾ ഗ്രേറ്റ് മോൺസ്റ്റർ എന്നായിരിക്കും, മഹാനക്രം. പറഞ്ഞത് പിടികിട്ടുന്നുണ്ടോ? എപ്പോഴും മത്സ്യം എന്ന് പറയുന്നത് സമുദ്രത്തിലെ ജന്തുവാണ്. ആ സമുദ്രത്തിലെ ജന്തുവിനെ ഈ യോനായെ വിഴുങ്ങേണ്ടതിന് തമ്പുരാൻ കൽപ്പിച്ചാക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ യോനായെ അല്ലെങ്കിൽ ഈ യഹൂദ ഗ്രഹത്തെ വിഴുങ്ങാൻ നദികളുടെ നടുവിൽ നിന്ന്, യൂഫ്രട്ടീസിന്റെ നടുവിൽ, ഞാൻ അതിന് ആ വാക്യം എടുക്കുന്നില്ല, ഓർമ്മയില്ല എന്റെ, യൂഫ്രട്ടീസ് നദിയിൽ കിടക്കുന്ന മഹാനക്രം ലിവ്യാദാൻ. ആ ലിവ്യാദാൻ എന്ന നെബുക്കദ്നേസറിനെ ദൈവം കൽപ്പിച്ചാക്കിയിട്ട് പറഞ്ഞു, പോയി അവനെ വിഴുങ്ങണം. അപ്പം യഹൂദ ഗ്രഹത്തെ വിഴുങ്ങേണ്ടതിന് വന്ന മത്സ്യം ബാബിലോണിലെ യൂഫ്രട്ടീസിൽ കിടക്കുന്ന ആ സമുദ്രത്തിൽ കിടക്കുന്ന ബാബിലോൺ എന്ന സമുദ്രത്തിലെ മഹാനക്രമായ നെബുക്കദ്നേസർ. നിങ്ങൾക്കറിയാം, നെബുക്കദ്നേസറും ദൈവവും തമ്മിൽ അവസാനത്തെ ഉടമ്പടി ചെയ്തത് നെബുക്കദ്നേസറുമായിട്ടാണ്. അവസാനത്തെ ഉടമ്പടി നെബുക്കദ്നേസറുമായിട്ടാണ്, ജാതിയായിട്ടാണ്. ആദമിനോട് കൂടെ ആരംഭിച്ച ഉടമ്പടി കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അവസാനമായി ദൈവം ചെയ്ത നെബുക്കദ്നേസർ ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിലുള്ള ആളാണ്. അവൻ ദൈവം തെരഞ്ഞെടുത്തു, അവനോട് കൽപ്പിച്ചു, പോയി ആ മത്സ്യത്തോട് പറഞ്ഞു, പോയി യോനായെ വിഴുങ്ങുക. നിങ്ങൾക്ക് ഇതിന്റെ പിക്ചർ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നമ്മള് യോന 3 രാവും 3 പകലും. അപ്പൊ ഈ 3 രാവും 3 പകലും എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ കർത്താവ് യേശു പറഞ്ഞിട്ടുണ്ട്, യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക്. അപ്പൊ യോനയുടെ അടയാളം, യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയിൽ 3 രാവും 3 പകലിരിക്കണം. അപ്പൊ ഈ ഒരു ഇവന്റിനെ എടുത്തു വെച്ചിട്ടാണ് ക്രൈസ്റ്റ് ഇവിടെ പറഞ്ഞത്, ഈ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് ഇല്ല. അപ്പൊ യേശു ക്രിസ്തു എത്ര ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ്? 3 ദിവസം കഴിഞ്ഞപ്പം ഉയർത്തെഴുന്നേറ്റ്. എന്നാൽ ഈ പ്രവാസത്തിലേക്ക് പോയ, ദൈവത്തെ കളഞ്ഞിട്ട് പോയ ഈ ജനതയ്ക്കും ദൈവം കൊടുക്കാൻ പോകുന്ന ഉയർപ്പ് എങ്ങനെ? 3 ദിവസത്തിന് ശേഷമുള്ള. ഞാൻ അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഹോശയുടെ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വന്നേ. ഹോശയുടെ പ്രവചനം 6-ാം, വരുവിൻ നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. ഇത് ഇസ്രായേൽ ഗ്രഹം പറയുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേലും യഹൂദയ്ക്ക് ഒരുമിച്ചാണ് റിഡംഷൻ. അത് 2 വീണ്ടെടുപ്പല്ല. വാട്ട് ഹാപ്പൻസ് ടു ജൂഡ ആൻഡ് ഹാപ്പൻസ് ടു ഇസ്രായേൽ. സോ ഗോഡ് ഈസ് ഗോയിങ് ടു റിസറക്ട് ബോത്ത് ഓഫ് ദിസ് ഗ്രൂപ്പ് കിങ്ഡം ഓൺ ദ സെയിം ടൈം. ഓക്കെ, മറക്കണ്ട. അപ്പം അവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ. യഹോവയുടെ അടുക്കലേക്ക് അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ഇസ്രായേൽ ഗ്രഹം പറയാം, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. സോ 3-ാം നാളിൽ എന്നുണ്ടാകുമെന്നാണ് റിസറക്ഷൻ. അപ്പം ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. ആമേൻ. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാകാം. അപ്പം ഇസ്രായേലിന് ഉയർപ്പുണ്ടാവും. ആ ഉയർപ്പിനോട് അടയാളമായിരിക്കുന്നത് കർത്താവിന്റെ കർത്താവ് 3-ാം നാൾ ഉയർത്തി. അപ്പൊ കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആരാട്ടോ ഉയർത്തെഴുന്നേൽക്കുന്നത്? ഈ 12 ഗോത്രങ്ങളിലും ദൈവത്തെ വിശ്വസിച്ച് പാതാളത്തിൽ കിടക്കുന്ന, ഉയർപ്പും കാത്തു കിടക്കുന്ന
യഹൂദന്മാർ ഒന്നാം ഉടമ്പടിക്കകത്തുള്ള ആളുകളുടെ നടുവിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കുന്നു. സോ ദാറ്റ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ക്രൈസ്റ്റ് ആണ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. സോ ആ ഒരു ഉയർപ്പ് ഈ പാതാളത്തിൽ കിടക്കുന്ന, ഷിയോളിൽ കിടക്കുന്ന ഓൾഡ് കവനന്റ് ബിലീവേഴ്സിന് ഒരു ഹോപ്പ് നൽകുന്നു. അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 നാളും 3 പകലും ഇരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കണക്റ്റഡ്. കർത്താവ് അത് തന്റെ ഉയർപ്പുമായിട്ടുള്ള ബന്ധത്തിലെടുത്തു, പുനരുദ്ധാനമായിട്ടുള്ള ബന്ധത്തിലെടുത്തു. എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ പുനരുദ്ധാനം അല്ലെങ്കിൽ ഇസ്രായേലിനെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് 3-ാം നാളിൽ യഹോശയ 1:2. നിങ്ങൾക്കത് മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ദൈവം അയച്ചത് ആരെയാണ്? ഒരു മത്സ്യത്തെ അയച്ചിരിക്കുന്നു. സോ ഇത് എല്ലാം അക്ഷരം പ്രതി എടുക്കരുത്. അക്ഷരം പ്രതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആശയം വ്യക്തമാകത്തില്ല. അക്ഷരം പ്രതി എടുത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വരെ ബൈബിളിലെ പല ആശയങ്ങളും മനസ്സിലാകാത്തത്. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം നമ്മുടെ ആളുകൾ തെറ്റായിട്ട് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ആശയം മനസ്സിലായിട്ടില്ല. ടേക്കിംഗ് ദ വേർഡ് ലിറ്ററലി. ഇവിടെ കയറി വരിക എന്നൊക്കെ പറഞ്ഞ ഉടനെ ചർച്ചിനെ വിളിച്ചുകൊണ്ട് മോളിൽ പോകുമെന്ന് പഠിപ്പിക്കുക. മൊത്തമുള്ള അങ്ങനെ പറയും. ചർച്ചിനെ വിളിച്ച് മുകളിലോട്ട് വിളിച്ചതല്ല, അത് യോഹന്നാനെ വെളിപ്പാട് കാണാൻ 3-ാം സ്വർഗത്തോട്ട് വിളിച്ചതാണ്. ലിറ്ററലി എടുക്കരുത്. ഇറ്റ് ഈസ് കണക്റ്റഡ്, ദ പ്രൊഫറ്റിക്കൽ മെസ്സേജുമായിട്ട് കണക്റ്റഡ്. ഓക്കെ, നിങ്ങൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നതിന് പോവാം. സോ ദൈവം ഹി സ്പോക്ക് ടു ദ ഫിഷ്. സ്പോക്ക് ടു ദ ഫിഷ്. നെബൂഖദ്നേസറിനോട് ദൈവം ഹി സ്പോക്ക് ടു നെബൂഖദ്നേസർ, ഗോ ആൻഡ് സ്വോളോ ദം. പോയി വിഴുങ്ങാൻ. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ദൈവം എന്ത് ചെയ്തു? പിന്നെയും ദൈവം രണ്ടാമത്തെ യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഗോഡ് സ്പോക്ക് ടു ദ ഫിഷ് വൊമിറ്റ് ഹിം. അവനെ വൊമിറ്റ് ചെയ്യാൻ പറയാം. നമ്മള് ഈ സംഭവം എവിടെ നടന്നെന്ന് നമുക്ക് കാണാം. ജെറമ്യാവിന്റെ പുസ്തകം 51-ാമത്തെ അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. എപ്പോഴാണ് ഇത്? ബാബേൽ രാജാവ് നെബൂഖദ്നേസർ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു, വിഴുങ്ങി. യോനായെ വിഴുങ്ങിയെന്ന്. യഹൂദ ഗ്രഹത്തെ നെബൂഖദ്നേസർ അവൻ എന്നെ വെറും പാത്രമാക്കി, മഹാസർപ്പം എന്ന പോലെ അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. കമോൺ, അവൻ എന്നെ ഇത് ആരുടെ കരച്ചില്ലെന്നറിയോ? യഹൂദ ഗ്രഹത്തിന്റെ. നെബൂഖദ്നേസർ വിഴുങ്ങിയത് ആരെയാ? യഹൂദ ഗ്രഹത്തെ. അടുത്ത വാക്യം, എന്റെ സാധുഭോജനങ്ങളെ കൊണ്ട് വയറ് നിറച്ചു, എന്നെ തള്ളിക്കളഞ്ഞു. ഇവിടെ ഹി കാസ്റ്റ് മീ ഔട്ട് എന്ന് എഴുതിയത്. കാസ്റ്റ് മീ ഔട്ട്. ഞാൻ അതിന്റെ ഹീബ്രു നോക്കിയിട്ട് ഞാൻ 1 മിനിറ്റ് പറയും. ഈ കാസ്റ്റ് മീ ഔട്ട് എന്ന വാക്കിന് നമ്മള് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് CEV കൊടുത്തിരിക്കുന്നത് the people of Israel, Jerusalem, King Nebuchadnezzar made us panic. The monster stuffed himself with us and our treasures, leaving us empty. He gobbled down what he wanted and spit out the rest. അവൻ എന്ത് ചെയ്തു? He spit out. അവൻ അതിനെ തുപ്പിക്കളഞ്ഞു. നമ്മളിതിനെ ഒരുപാട് ഭാഗങ്ങളിൽ റിൻസ് മീ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ESV-യിൽ. ഹി റിൻസ് മീ ഔട്ട്. അവൻ എന്നെ കുലുക്കി തുപ്പിക്കളഞ്ഞു. സ്പിറ്റ് ഔട്ട്. GW പറയുന്നത് എങ്ങനെയാണ്? ഹി സ്പിറ്റ് അസ് ഔട്ട്. ISV പറയുന്നത് ഹി വാഷ്ഡ് മീ അവേ. ഒരുപാട് LEB പറയുന്ന വാക്കിങ്ങാണ് ഹി ഹാസ് റിൻസ്ഡ് മീ. സോ ഇവിടെ മത്സ്യം എന്ത് ചെയ്തിരിക്കുക? രണ്ടാമത്തെ വാക്യം 10-ാമത്തെ 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യോനയെ മത്സ്യം എന്ത് ചെയ്തിരിക്കുന്നു? പുറത്തോട്ട് ഛർദ്ദിച്ച് കളഞ്ഞിരിക്കുന്നു. അപ്പം ഇസ്രായേൽ ഗ്രഹത്തെ, യഹൂദ ഗ്രഹത്തെ നെബൂഖദ്നേസർ എന്ത് ചെയ്യുന്നു? വിഴുങ്ങി. അവൻ ഞങ്ങൾ എന്ത് ചെയ്തു? ഛർദ്ദിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹി swallowed me but rinsed me away. ദൈവം കൽപ്പിച്ചു. ഹി ഹാസ് driven us away. ഇത് ഒരുപാട് വെബ്സൈറ്റ്, ഒരുപാട് വേർഷൻസിനകത്ത് വ്യത്യസ്തമായി ഇത് കണക്ട് ചെയ്യാണ്. കണക്ടിങ് ദ വേർഡ് ഓഫ് ഗോഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. സോ നെബൂഖദ്നേസർ എന്ന് പറയുന്ന മോൺസ്റ്റർ വിഴുങ്ങിയ യഹൂദ ഗ്രഹത്തെ അവൻ എന്ത് ചെയ്യുന്നു? തുപ്പിക്കളയുന്നതായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാ തുപ്പിക്കളഞ്ഞത്? നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. ദൈവം കൽപ്പിക്കുകയാണ്. മീനോട് കൽപ്പിക്കുന്നു, എന്ത് ചെയ്യണം? നീ വിഴുങ്ങിയതിന് എന്ത് ചെയ്യാം?
ഇസ്രായേൽ പുസ്തകം ഒന്നാം യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവ് കോരശിന്റെ മനസ്സിൽ വർദ്ധിച്ചിട്ട് അവൻ തന്റെ ജനത്തിന്റെ എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തെന്നാൽ പാർസി രാജാവ് കോരശി പ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. വാ, യഹൂദയിലെ യെരൂശലേമിലും അവൻ ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വാ, നിങ്ങൾ എന്റെ ജനമായിട്ട് അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോടുകൂടി ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? കോരശൻ നെബൂഖദ്നേസർ, കോരശന് ശേഷം ഈ ജനതയുടെ കസ്റ്റഡി മേദ്യ പേർഷ്യയിലായിരുന്നു. സോ ആ വിഴുങ്ങിയ ആ ആളിനെ വൊമിറ്റ് ചെയ്യാനായിട്ട് വിടുകയാണ്. സോ ഇവിടെ ദൈവം കൽപ്പിക്കുക. ആരോട് കൽപ്പിച്ചിരിക്കുന്നു? രാജാവിനോട് കൽപ്പിച്ചു. ജനത്തെ ആരാധിപ്പാൻ വിട്ടുകൊടുക്കുക. ജനത്തെയും അവന്റെ സകല നന്മകളെയും യെരൂശലേമിലേക്ക് തിരികെ അയക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അടുത്തൊരു ചോദ്യം. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ യോന മരിച്ചു എന്ന് നമ്മൾ കാണുന്നു. നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് 2-ാം അധ്യായത്തിൽ 1-2 വാക്യം വായിക്കും. യോനയുടെ പുസ്തകം 1-2 വാക്യം വായിക്കുമ്പോൾ പാതാളത്തിൽ നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പാതാളം, ഷിയോൾ. ദാറ്റ് മീൻസ് യോന പറയുന്നു, ഐ ഡൈഡ്. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്തുവാ? യോന അവിടെ ഒരു കടൽപ്പായ തലഹണയായി വെച്ച് വയറ്റിൽ കിടന്ന് ഉറങ്ങുമെന്നല്ല. He died. Judah died. ദൈവത്തെ വിട്ട് പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തെ ബൈബിൾ വിളിക്കുന്ന പേര് they died. എസെക്കിയേൽ 37 നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ വായിച്ച ഹോശേ 6-ാം അധ്യായം, ഹോശേ 13-ാം അധ്യായത്തിലൊക്കെ 13-ാം അധ്യായം വായിക്കുന്ന ഇങ്ങനെയാണ്: മിസ്രയീം എഫ്രൈം എന്നെ വിട്ടുപോയി, ബാലിനെ സേവിക്കിയാൽ അവൻ മരിച്ചു. died. സോ പുതിയ നിയമത്തിനകത്ത് അല്ലെങ്കിൽ പഴയ നിയമത്തിനകത്ത് എവിടെയെങ്കിലും മരിച്ചു എന്ന് പറയുമ്പോൾ that's a covenant death. That's not the death of physical അല്ലെങ്കിൽ ബയോളജിക്കൽ ഡെത്ത്. It's a covenant death. That means Judah died. അസ്ഥി താഴ്വര. യഹൂദ ഇസ്രായേൽ ഗ്രഹമാണ്, മരിച്ചുപോയി. യഹൂദ പറയാണ്, ഞാൻ മരിച്ചു, പാതാളത്തിൽ നിന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, ഞാൻ അവന് സ്തോത്രം അർപ്പിച്ചു. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് Judah died covenantly. ഇനി ഞാൻ പറഞ്ഞു തന്നെ സാറ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം ജൂഡയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ഇസ്രായേലിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇസ്രായേലിനെ സ്നേഹിക്കണം. യോന പറഞ്ഞു, പറ്റത്തില്ല, അവൻ ചത്തു നോക്കോട്ടെ, അവൻ മരിക്കുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറയുന്നു. എന്തായാലും ദൈവം അവരെ ഒമിറ്റ് ചെയ്യുന്നു. അവൻ ഇസ്രായേലിലേക്ക് തിരിച്ചു വരും, യഹൂദഗ്രഹം. ആ കാലഘട്ടം കഴിയുമ്പോഴാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഇടയ്ക്ക് വെച്ച് വേറൊരു കാര്യം കൂടെ പറയാം. ഈ മത്സ്യം എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കയറി വരുന്ന ഈ ജന്തുവുമായി ദൈവം ഉടമ്പടി ചെയ്ത്, ഞാൻ പറഞ്ഞു നെബൂഖദ്നേസറിനോടുള്ള ആ ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ അതിന്റെ കണ്ടിന്യൂഷനാണ് മേദ്യ പേർഷ്യയുമായിട്ട് ഉടമ്പടി. 2-ാമത്തെ മൃഗം അതാണ് കടലിൽ നിന്ന് വന്ന്. 3-ാമത്തെ മൃഗം ഗ്രീസിൽ നിന്ന് വന്നു. 4-ാമത്തെ മൃഗം റോമാണ്. ഈ 4 മൃഗങ്ങളും ദൈവം ഈ ഇസ്രായേലിന്റെ അവസാന കാലവുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗമാണ്. ഈ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന അവസാനത്തെ മൃഗം റോമിനെ നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിത് പറഞ്ഞ് ഓരോ വാക്യം എടുത്ത് വിശദീകരിക്കല്ല, ജസ്റ്റ് അതിനെ ഓളിനായിട്ട് സംസാരിക്കും. യോനയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം നോക്കിയ യഹോവ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഇവനൊക്കെ ഉണ്ടായെന്നാണ്. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്ത പ്രസംഗം അവനോട് പ്രസംഗിക്കും. യോന പോകുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ മാനസാന്തരം കാണാൻ പറ്റും. 1,20,000 പേരെ തെരഞ്ഞെടുക്കുന്നത്. സോ ഇത് 2-ാം പ്രാവശ്യമാണ്. ദിസ് ഈസ് എ സെക്കൻഡ് എക്സഡസ് assigned by the Lord Jesus Christ after the death and resurrection of Christ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവ് തന്റെ അപ്പോസ്തലന്മാരെ 2-ാം പ്രാവശ്യം എങ്ങോട്ട് അയക്കുന്നു? ശമര്യയിലേക്കും ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രഖ്യാപിക്കണം. സകല സൃഷ്ടി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. സൃഷ്ടി ഇസ്രായേലാണ്, ഇന്ത്യക്കാരനല്ല, ആഫ്രിക്കൻസ് അല്ല, അമേരിക്കൻസ് അല്ല. ബൈബിളിൽ പുതിയ നിയമത്തിൽ സൃഷ്ടി, the first creation, go and preach to them. 1,20,000 പേരെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു, 10 ഗോത്രങ്ങളിൽ നിന്ന്. വെളിപ്പാട് പുസ്തകം നമുക്കത് കാണാൻ പറ്റും. This is a second exodus. But unfortunately യോന പോയി പ്രസംഗിച്ചു. പക്ഷേ യഹൂദഗ്രഹത്തിന്റെ മറ്റൊരു സ്വഭാവം കൂടെ അവിടെ വെളിപ്പെടുന്നു. അതോടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. യഹൂദഗ്രഹത്തിന് still they're hating the Gentiles. പറഞ്ഞിട്ടും
ദൈവം ഇവിടെ വീണ്ടും യോന എന്ന് പറയുന്ന ആളെ കൊണ്ടുവരുമ്പോൾ മനസ്സിലാക്കുന്നത്, എന്നിട്ടും ഇവന്റെ സ്വഭാവം മാറിയിട്ടില്ല, ഇവന്റെ നേച്ചർ മാറിയിട്ടില്ല. അതായത് വീണ്ടും ഈ പ്രസംഗിക്കാൻ പോകുന്ന അപ്പോസ്തലന്മാരെയും ക്രിസ്തുവിന്റെ മക്കളെയും ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ആ ഉപദ്രവത്തിന്റെ മറ്റൊരു പങ്കാണ് ഇവൻ മാറി നിന്ന് ഇവർക്ക് വരുന്നത് നോക്കിയിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, ഐ ലവ് എവറി വൺ, ഐ ലവ് എവറി സിന്നേഴ്സ്. അതായത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. യഹൂദഗ്രഹം അന്നാളെ ദൈവത്തിന്റെ ജനമെന്നും ബാക്കിയെല്ലാവരും നശിക്കാൻ കിടക്കുന്നവരാണെന്നും വിചാരിച്ചിരിക്കുമ്പോൾ സർവശക്തനാം യഹോവ ഈ പുസ്തകത്തിലൂടെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ നേഷൻസ്, ഹി ലവ്സ് എവ്രിവൺ. ആരെല്ലാം അവങ്കിലേക്ക് തിരിയുന്നു, അവൻ അവരെ രക്ഷിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. അവൻ സർവത്തിന്റെയും യജമാനനായ ദൈവമാണ്. നമുക്കറിയാം, നമ്മള് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവസാനം ഒരു ചോദ്യമായി ചോദിച്ചാണ് അങ്ങ് അവസാനിപ്പിക്കുന്നത്. എങ്കിലും എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യനും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഒരു രാത്രി കൊണ്ട് വളർന്നു വന്ന് പിറ്റേന്ന് ഉണങ്ങിപ്പോയ ഒരു ചെടിയെ നോക്കി ആശങ്കപ്പെട്ട് തളർന്നുപോയ, കോപിച്ചിരിക്കുന്ന പോസ്ട്രേറ്റഡ് ഇസ്രായേൽ, മാനസാന്തരത്തിലേക്ക് വരാത്ത ഇസ്രായേൽ, അവരോട് പറയുക, എനിക്ക് ആ ജനതയോട് അയ്യോഭാവം തോന്നേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ കൺക്ലൂഷനിലേക്ക് ഞാൻ വരിക. ഒന്ന്, യോനയുടെ പുസ്തകത്തിൽ യോന എന്ന കഥാപാത്രം യഹൂദ ഗ്രഹത്തിന്റെ ആരവള. ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവജനം പറയാനോ അവരെ രക്ഷിക്കാനോ ഇഷ്ടപ്പെടാതെ അവരെ വെറുക്കുന്ന, അവരെ വെറുത്ത് അവർ നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസ പാതകിയായ യഹൂദ ഗ്രഹത്തിൽ ചിത്രമായ ആണ് യോന. ആ യോനയെ വിഴുങ്ങാൻ ദൈവം നെബൂഖദ്നേസർ എന്ന ആളിനെ ബാബിലോൺ എന്ന സമുദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഇവനെ വിഴുങ്ങുകയും പിൽക്കാലത്ത് ഇവനെ കരയിലേക്ക് തുപ്പുകയും ചെയ്തു. ശേഷം രണ്ടാമത്തെ മെസ്സേജ് കൊടുക്കാൻ ഉയർത്തെഴുന്നേറ്റ യോന, ഞാനിവിടെ 2-ാം പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ് വന്ന ഈ യോന യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. യേശു ഇവിടെ കാണുന്നു. നോഹയുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്കില്ല. യേശു 3 ദിവസവും 3 രാവും ഭൂമിയുടെ അടിയിലുണ്ടായിരുന്നു. 3-ാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു. Then the mission started with the apostles and collected this on 112,000 people from Nineveh, from the uttermost part of the world. This is the picture. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഞാനിത് ഫസ്റ്റ് ടൈം നിങ്ങളോട് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ചട്ടത്തോടെ ക്രമത്തോടെ പറയാനായിട്ട് പറ്റിയില്ല എന്ന് വന്നേക്കാം. എനിവേ, ലിസൺ ടു മീ അഗെയിൻ. ഈ മെസ്സേജ് വീണ്ടും കേൾക്കുക. എനി ഡൗട്ട് ഇഫ് യു ഹാവ്, യു കൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ മിനിസ്ട്രിയെ നിങ്ങൾ ആവോളം നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിലയിൽ മറ്റുള്ളവരിലേക്ക് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇതിന്റെ പങ്കാളികളായി മാറണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ ആവശ്യപ്പെടുന്നത്. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കർത്താവ് എല്ലാവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ പുട്ട് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് താഴെ എഴുതുവാനായിട്ട് ഉണ്ടാകട്ടെ, എഴുതാൻ ശ്രമിക്കുക. സർവശക്തൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, യോനയുടെ പുസ്തകം ഒരു അക്ഷരികമായി സംഭവിച്ച ഒരു കാര്യമല്ല. ഇത് ഇസ്രായേൽ ഗ്രഹത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം തന്റെ ദാസന്മാരിലൂടെ ആ തലമുറയ്ക്ക് എഴുതി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട മോറൽ സ്റ്റോറിയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.